ഒന്നുപോലെ. ഓണത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഈ വരികൾ ഓർക്കാത്ത മലയാളികളില്ല. മലയാള മണ്ണിൽ ഉത്സവ തിമർപ്പിന്റെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഓണക്കാലം കൂടെ വരവായി. ഓണമെന്നും മലയാളിക്ക് സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടെയും ഓർമ്മ പുതുക്കലാണ്. എങ്കിലും ഈ വർഷം പ്രകൃതി ദുരന്തം നാശം വിതച്ച് വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്മരിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഓണം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുത്തി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട മണ്ഡല മണിച്ചൊരുത്തി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും പരമപ്രകാശമേ ശരണം നീയെന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. അധ്വാനത്തിന്റെ വീർപ്പൊരുക്കിയ കർഷകർക്ക് ആഹ്ലാദത്തിന്റെ വിരുന്നൊരുക്കി ഓണത്തപ്പര വേൽക്കാനായി പ്രകൃതി അണിഞ്ഞിരിക്കുന്നു. കൂടെ ഞങ്ങളും സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഹെഡ്യനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നമ്മുടെ മാനേജർ ഫാദറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ കാര്യത്തിൽ അതീവ തൽപരനായ നമ്മുടെ പ്രിൻസിപ്പൽ ഫാദറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ഒപ്പം നൽകുന്ന KG ഇൻചാർജ് ഷീബ മാമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി LP ഇൻചാർജ് ഷഹനസ് മാമിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്നേഹം നിറഞ്ഞ അധ്യാപകരെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഐശ്വര്യത്തിന്റെ സമർത്ഥ്യോടെ പ്രതീകമായ ഈ ഓണാഘോഷവേള ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായി മാനേജർ ഫാദറിനെ പ്രിൻസിപ്പൽ ഫാദറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.
താങ്ക് യു ഫാദർ. ഓണാശംസകൾ പറഞ്ഞു നൽകുന്നതിനായി മാനേജർ ഫാദറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. ഇരുന്നു. നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് അല്ലേ? നമുക്ക് ഏറ്റവും സുഖം തരുന്ന, മനസ്സിനും ശരീരത്തിനും എല്ലാം മലയാളികളായിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും സുഖം തരുന്ന ദിവസമാണ്, സാഹചര്യമാണ്, ആഘോഷമാണ് നമ്മുടെ ഓണം. ശരിയല്ലേ? 1 തൊട്ട് KG തൊട്ടുള്ള കുട്ടികളല്ലേ? ഭയങ്കര രസമാണ്. നിങ്ങൾ ഈ മുണ്ടും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമായിട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ ജവഹർ സ്കൂളിലെ മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും എത്ര രസമാണ് നിങ്ങളെ കാണാനായിട്ട്. നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിരുന്നു ഓണം നമ്മൾ ആരെയാണ് നമ്മൾ ഓണത്തിന്റെ സമയത്ത് അനുസ്മരിക്കുന്നത്? മാവേലിയാണ് അനുസ്മരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, ആരാണ്ടെയൊക്കെ ചവിട്ടി താഴ്ത്തി അവസാനം കേരളത്തിലുള്ളവരെ എല്ലാവരെയും കാണാനായിട്ട് ഒരു വലിയ രാജാവ് വരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അത് ഏത് മാസത്തിലാണെന്നറിയാമോ? ഓണം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്ന ശ്രാവണം എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ്. ശ്രാവണം എന്ന് പറഞ്ഞാല് ഒരു നാളാണ് ശ്രാവണം. അതായത് ധാരാളം മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ ഇങ്ങനെ നല്ലപോലെ തണുത്ത് ഒത്തിരി ചെടികളും എല്ലാം വളർന്നു വന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും സൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങും. സൂര്യൻ പ്രകാശിച്ചു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഫലങ്ങളും എല്ലാം തരും. അങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലെ എന്തെല്ലാം പച്ചക്കറികളാണ് നമുക്കുള്ളത്? പാവയ്ക്ക ഉണ്ടാകും, വെണ്ടയ്ക്ക ഉണ്ടാകും, വഴുതനങ്ങ ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ തോട്ടങ്ങളിൽ വിളയും. ധാരാളം പൂക്കളും ഉണ്ടാകും. ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ആ നാളുകളെയാണ് ശ്രാവണ നാളുകൾ എന്ന് പറയുന്നത്. അന്നേരം ഒത്തിരി ആൾക്കാര് ഈ ശ്രാവണം എന്നുള്ളതാണ് പിൽക്കാലങ്ങളിലെ എന്തായി തീർന്നത്? ഓണമായി തീർന്നു. ശ്രാവണമാണ് ഓണമായിട്ട് പറഞ്ഞ് ഓണമായിട്ട് തീർന്നത്. അതെങ്ങനെ തിരുവോണമായി എന്ന് ചോദിച്ചാല്, നമുക്ക് ഇങ്ങനെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ നാട്ടുകാർ വന്ന് മേടിച്ചോണ്ട് പോകാൻ തുടങ്ങി. നമുക്ക് ഒത്തിരി പൊന്ന് കിട്ടി, ഒത്തിരി പണം കിട്ടി. അങ്ങനെ അത് പൊന്നിൻ തിരുവോണമായി. നമ്മൾ ആചരിക്കുന്നത് എന്താണ്? പൊന്നിൻ തിരുവോണം. അതിന് ഞാന് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞോണം കേട്ടോ. നമ്മൾ ഓണസമയത്തെ ആരെയാണ് ഓർക്കുന്നതെന്നാ പറഞ്ഞേ? മഹാബലിയെ മാത്രമുള്ളൂ ഓർക്കുന്നുള്ളൂ. 2 പേര് വന്നില്ലേ നമ്മുടെ കൂടത്തെ? വാമനനെ ഓർക്കുന്നുണ്ട് അല്ലേ? മഹാബലി ആരായിരുന്നു? ഒരു ചക്രവർത്തി. കേരളം നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തി. ശരിയല്ലേ? ആ ചക്രവർത്തിയാണ് നമ്മളെ കാണാനായിട്ട് വരുന്നത്. അതിന് ചക്രവർത്തി മരിച്ചില്ലേ? മഹാബലി മരിച്ചോ? പിന്നെ എങ്ങനെയാ കാണാൻ വരുന്നത്? മഹാബലി മരിച്ചു പോയോ? പിന്നെ എങ്ങനെയാ കാണാൻ വരുന്നത്? അന്നേരം നമ്മുടെ പുരാണങ്ങളിലെ മരണമില്ലാത്ത 7 പേരുണ്ട്. മരണമില്ലാത്തത്. അവർ വീണ്ടും വീണ്ടും ജനിക്കുന്നുണ്ട്. ആ ജനിക്കുന്ന 7 പേരിൽ ഒരാളാണ് മഹാബലി. അതുകൊണ്ട് മഹാബലി നമ്മളെ കാണാനായിട്ട് വരുന്നു. നമ്മുടെ വീടുകളിലെ നമ്മുടെ അതിഥികളായിട്ട് ആൾക്കാർ വരുന്നു. നമുക്ക് നല്ല സന്തോഷമല്ലേ? നമ്മുടെ കൂട്ടുകാർ വരുന്നു, നമുക്ക് ഇഷ്ടമുള്ളവർ വരുന്നു, നമുക്ക് നല്ല സന്തോഷമാണ്. അന്നേരം കേരളത്തിൽ എല്ലാവർക്കും
ഇഷ്ടമുള്ള ഒരു സമയമാണ്. മഹാബലി നമ്മളെ കാണാൻ വരുന്നു. മഹാബലി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ പ്രത്യേകത അറിയാമല്ലേ? കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം. എങ്ങനെയായിരുന്നു മഹാബലി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും? പാടിക്കേ. കള്ളവുമില്ല, ചതിവുമില്ല, പാടിക്കേ. എള്ളോളമില്ല, പൊളിവചനം. ആരും കള്ളത്തരം പറയല, ആരും കള്ളത്തരം പറയല. എല്ലാവരും വളരെ സ്നേഹമായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞ് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എങ്ങനെയാ? ഉറക്കപ്പാടിയേ, എല്ലാവരോടും ഉറക്കപ്പാടിയേ. ആമോദത്തോടെ വസിക്കും കാലം. ആമോദത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും വസിച്ചത്. അന്നേരം എന്തുകൊണ്ടാണ് നമ്മൾ മാവേലി ഓർക്കുന്നത്? മാവേലിയുടെ കാലത്തെ മാവേലി ഏറ്റവും നന്മ ചെയ്തു പോയ ഒരു ചക്രവർത്തിയായിരുന്നു. എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് പോയത്. അന്നേരം മാവേലിയെ നമ്മൾ അനുസ്മരിക്കുമ്പോഴത്തേക്കും കേട്ടോ, ശ്രദ്ധിച്ചോണം. മാവേലിയെ നമ്മൾ അനുസ്മരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതവും എന്തിനു വേണ്ടിയിട്ടാണ്? നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതവും നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വി ആർ ബോൺ ടു ഡു ഗുഡ്. വി ആർ ബോൺ ടു ഡു ഗുഡ് എന്ന് പറയാവോ? വി ആർ ബോൺ ടു ഡു ഗുഡ്. നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പാട്ട് പാടിയാൽ നിങ്ങൾ പാട്ട് പാടുവോ? ഞാൻ പാടുന്നത് നേരിട്ട് പറയാവോ? എന്നല്ലല്ലോ ഇത് ശ്രദ്ധിച്ചേ. ഈ മുതിർന്ന കുട്ടികളുണ്ടല്ലോ ഇവിടെ. ഓണം വന്നു തിരുവോണം പാടിക്കേ. കേരള നാടിൻ തിരുവോണം, തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ പാടും തിരുവോണം, പൂവൊലി കേൾക്കും തിരുവോണം, പൂക്കളമൊരുക്കും തിരുവോണം, മാവേലിയെത്തും തിരുവോണം, മാമലനാടിന്റെ തിരുവോണം, ഊഞ്ഞാലാടി പാടി രസിക്കാം മലയാളത്തിൻ തിരുവോണം, മലയാളത്തിൻ തിരുവോണം. എത്ര രസമായിട്ട് പാടിയിരിക്കും. കൈയടിച്ചേ. ഒന്നുകൂടെ പാടാം. ഓണം വന്നു തിരുവോണം, കേരള നാടിൻ തിരുവോണം, തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും തിരുവോണം, പൂവൊലി കേൾക്കും തിരുവോണം,
പൂക്കളമൊരുക്കും തിരുവോണം. മാവേലിയെത്തും തിരുവോണം. മാമലനാടിന്റെ തിരുവോണം. ഊഞ്ഞാലാടി പാടി രസിക്കാം മലയാളത്തിൻ പൊന്നോണം. മലയാളത്തിൻ പൊന്നോണം. കയ്യടിയേ. അന്നേരം ഈ ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നമ്മുടെ നിങ്ങളെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കുട്ടികളെ ഏറെ സ്നേഹത്തോടെ നോക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷി അച്ഛനും പ്രിൻസിപ്പൽ അച്ഛനും നിങ്ങളുടെ ഹെഡായിട്ടുള്ള 2 ടീച്ചേഴ്സ്, അവർക്ക് 2 പേർക്കും, നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ കുട്ടികൾക്കെല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ്, നമ്മുടെ ഇവിടുത്തെ ഒരു മാവേലിയും ഒരു മാമനൊക്കെ വന്നിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും ധാരാളമായിട്ടുള്ള ഓണാശംസകളെ. എല്ലാവരും ഈ ഓണത്തിന് കിട്ടുന്ന അവധിയൊക്കെ നല്ല രസമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ലപോലെ ഉറങ്ങി ഊഞ്ഞാലാടി പാട്ടും പാടി രസിച്ച് നടന്നോണം. ഹാപ്പി ഓണം പറഞ്ഞേ. താങ്ക് യു ഫാദർ. ഓണത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് പങ്കുവെക്കാനായി സ്വാതികയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാളികളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഓണത്തിന്റെ നാളുകൾ വരവായി. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. കേരളത്തിലെ എല്ലാ ജനങ്ങളും ജാതിമത പ്രായ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആഘോഷിക്കുന്ന സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഈ ഓണനാളുകൾ. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും പ്രതീകമാണ് ഓണം. പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും ഊഞ്ഞാലാടിയും ഓണക്കോടികൾ അണിഞ്ഞും ഓണം ആഘോഷിക്കുന്നു. വെള്ളംകളി, വടംവലി, പുലികളി എന്ന് ആവേശം നിറഞ്ഞ കളികളും നടത്തപ്പെടുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലി ജനങ്ങളെ സന്ദർശിക്കുമെന്നാണ് ഐതിഹ്യം. ഈ ഓണം എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളായി തീരട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സ്വാതിക. മനോഹരമായ ഓണപ്പാട്ടുമായി നമ്മുടെ കൂട്ടുകാരിതാ. എല്ലാവർക്കും നമസ്കാരം. 1 2 3 സ്റ്റാർട്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആവത്തങ്ങാർക്കുമോട്ടില്ല ദാനം കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല കുറിവചനം കള്ളം പറയും ചെറുനാരിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആവത്തങ്ങാർക്കുമോട്ടില്ല ദാനം ആദികളൊന്നുമില്ല ബാലമാണേണങ്ങൾ കേൾക്കാനില്ല ദുസ്സരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാടൽ മാവേലി നാടുവാണിടും കാലം മനുഷ്യർ
മരിക്കും കാലം ആവത്തങ്ങാർക്കും മോട്ടില്ല ദാനം. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തതായി നമുക്കൊരു തിരുവാതിര കണ്ടാലോ? ഗജാനനം ഭൂതഗണാധിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൊട്ടും ഞാൻ കേട്ടില്ല, കൊടലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കൊട്ടും ഞാൻ കേട്ടില്ല, കൊടലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമുറുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമുറുക്കിയില്ല, കൊന്ന കൈവിന്നാറ് കൊടുത്തു പൊന്നു കൊണ്ടൊരു മണിമാല, സഖി പൊന്നു കൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാറ് കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിയിട്ടോ പച്ചമുറിക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം, സഖി പാറിയല്ലോ സിന്ദൂരം. കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, വള്ളിക്കാട്ടിൽ കയറിക്കൂടി പുള്ളിക്കുയിലും പൂങ്കുയിലും, സഖി പുള്ളിക്കുയിലും പൂങ്കുയിലും. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാറ് കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല. താങ്ക് യു ഫ്രണ്ട്. മനോഹരമായ ഓണപ്പാട്ടുമായി നമ്മുടെ കൂട്ടുകാരിതാ. എന്താ പരിപാടി? എപ്പോ വരും? ഓണം വന്നേ, ഓണം വന്നേ,
താങ്ക് യു ഫ്രണ്ട്സ്. ദൂരെ ഒരു ആർപ്പുള്ളിയും ബഹളവും കേൾക്കുന്നില്ലേ? അതെ, ഓണത്തിന്റെ ഭാഗമായി വള്ളംകളി നടത്താറുണ്ട്. നമുക്കൊരു വള്ളംകളി കണ്ടാലോ? വള്ളംകളി വള്ളംകളി വള്ളംകളിയേ ഉന്നമാടക്കായലിലെ ഓളംതുള്ളിയേ വള്ളംകളി പാട്ടുമായി മുത്തുകൂടയാൽ കായൽമാറിൽ നീരന്നല്ലോ ചുണ്ടൻ വള്ളങ്ങൾ പട്ടുകൂട മുത്തുകൂട പാളും പൂകൂട ആറന്മുള ഭഗവാന്റെ എഴുകൊള്ളത്ത് നീ അറിഞ്ഞോ ചീത പെണ്ണെ ചീരുത പെണ്ണെ ഉന്നമാടക്കായലോളം നിളഞ്ഞു തുള്ളി വള്ളംകളി വള്ളംകളി വള്ളംകളിയേ ഉന്നമാടക്കായലിലെ ഓളം കാവാലൻ ചുണ്ടൻ വള്ളം കുതിര പോലെ ചപ്പക്കുളം പരുന്നു പോൽ പാറുന്നടുക്കും കച്ചിലെടുത്ത് ചുണ്ടാനും പായിപ്പാടനും തെക്കും ഭാഗം കാരിച്ചാലും ഒപ്പത്തിനൊപ്പം താമരത്തിൽ കുഞ്ഞുമൂന്ന് തുഴ പിടിക്കും അണികത്ത് ആലിക്കാക്ക കൂടെ തുഴയും വെള്ളോനും ചെറുമതും ഇടം തുഴക്കാർ വള്ളപ്പാട്ട് പാടിയേനും കൂടെ തുഴയും വള്ളംകളി വള്ളംകളി വള്ളംകളിയേ ഉന്നമടക്കായലിലെ ഓളം തുള്ളിയേ താങ്ക് യു ഫ്രണ്ട്സ്. ഓണമാകുമ്പോൾ കൊയ്ത്തു തുടങ്ങും. നിലം കൊയ്യുമ്പോൾ കൊയ്ത്തുകാർ സന്തോഷത്തോടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യും. കൊയ്ത്തുപാട്ടിനൊപ്പം നൃത്തം ചെയ്യാനായി നമ്മളുടെ കൂട്ടുകാരെ ക്ഷണിച്ചാലോ? തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി പിന്നോല്ലെങ്കിൽ തില്ലാന തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി പിന്നോല്ലെങ്കിൽ തില്ലാന തോറ്റപ്പാട്ടിന്റെ താളത്തിലാണടി പൂവാല്ലെങ്കിൽ തില്ലാന ഓണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന തോറ്റപ്പാട്ടിന്റെ താളത്തിലാണടി പൂവാലെങ്കിൽ തില്ലാന ഓണിപ്പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന തേക്കുപാട്ടിന്റെ തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന നാട്ടുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലം കിളിത്തില്ലാന. തുമ്പിപ്പാട്ടിന്റെ താളത്തിലാണടി തൂവാനെങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോല്ലെങ്കിൽ തില്ലാന തുമ്പിപ്പാട്ടിന്റെ താളത്തിലാണടി തൂവാനെങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോല്ലെങ്കിൽ തില്ലാന പാണൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരെങ്കിൽ തില്ലാന പാണൽ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലം കിളിത്തില്ലാന. പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലം കിളിത്തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിത്തില്ലാന നാവോർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിത്തില്ലാന തമ്പുടി പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിത്തില്ലാന നാവോർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിത്തില്ലാന കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിത്തില്ലാന കുറുത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന
കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കേരളം ധാരാളം കലകളുടെ ജന്മഭൂമിയാണ്. അവയിൽ ചില കലാരൂപങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാം. കുമ്മാട്ടിക്കളി കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. ഓണക്കാലത്താണ് കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നത്. പടയണി കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിലൊന്നാണ് പടയണി. ദേവീപ്രസാദത്തിനായാണ് ഇത് കെട്ടിയാടുന്നത്. വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് തെയ്യം. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. 120ഓളം തെയ്യക്കോലങ്ങൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. അങ്ങോട്ട് നോക്കിയേ, പുലികളിയാണല്ലോ വരുന്നത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പുലികളി നടത്താറുണ്ട്. നമുക്കൊരു പുലികളി കണ്ടാലോ?
യു ഫ്രണ്ട്സ്. ഓണത്തിന്റെ സന്ദേശം പകർന്നു നൽകാനായി പ്രിൻസിപ്പൽ ഫാദറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട മാത്യൂസ് ചക്കാലകിലച്ച, പ്രൈമറി KG ഇൻചാർജ്, അക്കാഡമിക് കോർഡിനേറ്റേഴ്സ്, എൻ്റെ ഏറ്റവും പ്രിയ സഹാധ്യാപകരെ, അനധ്യാപകരെ, കുഞ്ഞ് മക്കളെ, ബഹുമാനപ്പെട്ട മാനേജൻ സൂചിപ്പിച്ചതുപോലെ നല്ല കണ്ണിന് ഏറെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ എല്ലാവരും ഒന്നുകൂടി ഇരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. അതിനുശേഷം ഇനി ഓണക്കളികൾ, ഓണപ്പായസം, തുടർന്ന് നിങ്ങൾ ഓണ അവധിയാണ്. ഇപ്പോൾ ഇനിയുള്ള ദിനങ്ങളിലൊക്കെ ആഘോഷങ്ങളാണ്. പുതിയ ഉടുപ്പും പുത്തൻ പാവാടയും പുത്തൻ ഡ്രസ്സുകളുമൊക്കെ ധരിച്ച് ഓണം ആഘോഷിക്കാനായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരുന്നത്. ഓണം നൽകുന്നത് സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മയാണ്. ബഹുമാനപ്പെട്ട മനോരഞ്ജൻ സൂചിപ്പിച്ചതുപോലെ മഹാബലി ചക്രവർത്തിയുടെ കാലത്ത് കള്ളവും ചതിയും ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമയോട് കഴിഞ്ഞ ഒരു കാലം, അതിൻ്റെ ഒരു അനുസ്മരണമാണ്. അപ്പം ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുമ്പോൾ നിങ്ങളും അങ്ങനെയുള്ള ഒരു കാലം ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ അർത്ഥം. നമ്മളുടെ ഈ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഈ ആഘോഷങ്ങളിലൂടെ നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടുകാരികളെയുമൊക്കെ വിഷ് ചെയ്യുന്നതിനും സ്നേഹം പങ്കുവയ്ക്കുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ്. അപ്പം അതുകൊണ്ട് ഈ ഓണദിനങ്ങൾ നിങ്ങൾക്ക് അവധിയാണ്, 10 ദിവസത്തെ അവധിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മ വീട്ടിലും ബന്ധുവീടുകളിലും ഒക്കെ പോകും. അപ്പോൾ അവരോടൊക്കെ സ്നേഹം പങ്കുവയ്ക്കുകയും അവരോടൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും, നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണ്? ജവഹർ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന മിടുക്കനാണ്, മിടുക്കിയാണ് എന്ന് അവർക്ക് ബോധ്യമാകണം കേട്ടോ. നിങ്ങൾ ഈ അവധി ദിനങ്ങളിലൊക്കെ ബന്ധുവീടുകളിലും നിങ്ങളുടെ അമ്മ വീട്ടിലുമൊക്കെ പോകുമ്പോൾ അവിടെയുള്ള നിങ്ങളുടെ മറ്റ് കസിൻസ് അവരോടൊക്കെ നിങ്ങൾ വളരെ മാന്യമായിട്ട് പെരുമാറുകയും നിങ്ങളുടെ സ്കൂളിനെ പറ്റി പറയുകയും ചെയ്യണം. നിങ്ങളുടെ അധ്യാപകരെ പറ്റി പറയണം, സ്കൂളിനെ പറ്റി പറയണം, നമ്മളുടെ ഓണ ആഘോഷങ്ങളെ പറ്റി പറയണം. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി അവരോടൊക്കെ ഇടപെടാനായിട്ട് സാധിക്കും. അതാണ് ഈ ഓണദിനത്തിൽ, അവധി ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും ഓണം എങ്ങനെ ആഘോഷിച്ചുവെന്ന് ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാനായിട്ട് പറയാം. അപ്പോൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യണം. നിങ്ങളെങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്, എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ നിങ്ങളുടെ അധ്യാപകരോട്, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആ രീതിയിൽ ഒരു പുതുമയുടെ നല്ല ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് ഈ ഓണം ആഘോഷിച്ച് 10 ദിനങ്ങൾ ആഘോഷിച്ച് തിരിച്ചു വരുവാനായിട്ട് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ കുഞ്ഞുമക്കൾ ഓരോരുത്തർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ സന്തോഷവേളയിൽ മഹനീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച സ്നേഹം നിറഞ്ഞ മാനേജർ ഫാദറിനും പ്രിൻസിപ്പൽ ഫാദറിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.